നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായി നടത്തിയ ഫ്രണ്ട്ലി മത്സരത്തിൽ ജർമ്മനിക്ക് തകർപ്പൻ ജയം. ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് അവർ ഫിൻലാൻഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ജർമ്മനിക്ക് വേണ്ടി ഡെനിസ് യുൻഡാവ് ഇരട്ട ഗോളുകൾ കണ്ടെത്തി. ഫ്ലോറിയൻ വേർട്സും ജമാൽ മുസിയാലയും ഓരോ ഗോളുകളും നേടുകയുണ്ടായി. കളിയിൽ ഡെനിസ് യുൻഡാവ്, ഫ്ലോറിയൻ വേർട്സ്, ജമാൽ മുസിയാല, കാൾ തുടങ്ങിയവരൊക്കെ ആദ്യ 11-ൽ മുന്നേറ്റങ്ങളുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് നെഗൽസ്മൻ തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. കളിയുടെ 33-ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. ഡെനിസ് യുൻഡാവ് ജർമ്മനിക്ക് ലീഡ് നേടിക്കൊടുത്തു. 47-ാമത്തെ മിനിറ്റിൽ ഫ്ലോറിയൻ വേർട്സിൻ്റെ ഗോൾ പിറക്കുന്നു. 56-ാമത്തെ മിനിറ്റിൽ യുൻഡാവ് തൻ്റെ ബ്രേസ് പൂർത്തിയാക്കി. ജമാൽ മുസിയാലയാണ് ഒടുവിൽ 62-ാമത്തെ മിനിറ്റിൽ ഗോൾ പട്ടിക പൂർത്തിയാക്കിയത്. യുൻഡാവിന് ചെറിയ പരിക്കിൻ്റെ വിഷയം അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞു, പ്രശ്നങ്ങളില്ല, ചെറിയ ചില വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലാതെ പ്രശ്നങ്ങളില്ല, അടുത്ത കളിയാകുമ്പോഴേക്കും റെഡിയാവും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ജൂലിയൻ നെഗൽസ്മാൻ കളിക്ക് ശേഷം പറഞ്ഞത്, തൻ്റെ മാച്ച് പ്ലാൻ എന്താണോ അത് വളരെ മികച്ച രൂപത്തിൽ താരങ്ങൾ ഗ്രൗണ്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നല്ല രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ 10-15 മിനിറ്റ് വളരെ എക്സലൻ്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലും ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ വളരെ ഡീപ്പറായിട്ട് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തിട്ടുമുണ്ട്. ദെൻ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോള് കണ്ടെത്തി. അത് തീർച്ചയായിട്ടും എന്നെ വലിയ രൂപത്തിൽ സന്തോഷിപ്പിക്കുന്നുണ്ട്. റിസൾട്ട് വളരെ നല്ലതാണ്. ഞങ്ങൾ ഗോള് കൺസീഡ് ചെയ്തതുമില്ല. സോ വി ഷുഡ് ക്യാരി ഓൺ ദിസ് വേ എന്നാണ് ജൂലിയൻ നെഗൽസ്മാൻ്റെ വാക്കുകൾ. അതേസമയം ഈ സബ്സ്റ്റിറ്റ്യൂട്ടുകളായിരുന്ന താരങ്ങൾക്ക് പ്ലെയിൻ ടൈം ലഭിച്ചില്ല. അപ്പോൾ അത് ലഭിക്കേണ്ടതുണ്ട്, കൂടുതൽ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു മാച്ച് കൂടി ഇന്നത്തെ ദിവസം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ നെഗൽസ്മാൻ പറഞ്ഞത്, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കളിക്കാത്ത ചില താരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മത്സരം കൂടി ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. ഫിൻലാൻഡ് അത് എഗ്രി ചെയ്തതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ക്ലോസ്ഡ് ഡോർസ്, ബിഹൈൻഡ് ക്ലോസ്ഡ് ഡോർസിൽ ആരാധകരാരും കയറ്റാതെ ഗ്രൗണ്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ തമ്മിൽ ഫിൻലാൻഡിനെതിരെ കളിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫിൻലാൻഡിൻ്റെ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള താരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കെതിരെ കളിക്കും. അത് ഒരു മാച്ച് റിതം കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ്, എന്നല്ലാതെ മറ്റ് തരത്തിലുള്ള പ്രാധാന്യമൊന്നുമില്ല. എങ്കിലും താരങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കാൻ ഇപ്പോൾ ജർമ്മനി തീരുമാനിച്ചിട്ടുണ്ട്. അതിലും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിൽ അവർക്ക് നിരാശയായിരുന്നല്ലോ ഫലം. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ നല്ല പ്രിപ്പയർഡ് ആയിട്ടാണ് വേൾഡ് കപ്പിന് വരുന്നത്. ഇനിയിപ്പോൾ USA-ക്കെതിരെ ജൂൺ 7-ന് പുലർച്ചെ 12 മണിക്ക് 2ാമത്തെ ഫ്രണ്ട്ലി മത്സരം അവർ കളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ഇയിലെ ആദ്യ മത്സരത്തിൽ അവർ കൊറസാവോക്കെതിരെ ജൂൺ 14-ന് രാത്രി ഇന്ത്യൻ സമയം 10:30-ന് കളിക്കാനിറങ്ങും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.